പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് ബഷീർ മേച്ചേരി കട്ടച്ചിറ. വളരെ വേദന തോന്നുന്ന വളരെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വാർത്ത, വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയാണ് ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടത്. അതൊന്നുമല്ല, വാർത്ത ഇതാണ്. പോസ്കോ കേസ് മോട്ടിവേഷൻ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാട് കസ്റ്റഡിയിൽ. മുൻ പോലീസ് ഉദ്യോഗസ്ഥനല്ല, നിലവിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പെരിന്തൽമണ്ണയിലാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്തിരുന്നത്, ഗ്രേഡ് SI ആയിട്ട്. അതിലെ വാർത്ത എങ്ങനെയാണ്? ഫിലിപ്പ് മമ്പാട് എന്താണ് ഇപ്പൊ സംഭവിച്ചത്, പറയൂ. ഇന്നലെ രാത്രിയാണ് ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2025 സെപ്റ്റംബർ മാസത്തിൽ 16-കാരിയെ കാസർഗോഡ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. മോട്ടിവേഷണൽ സ്പീക്കറാണ് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഈ പെരിന്തൽമണ്ണ പോലീസിൽ SI ആയി ജോലി ചെയ്തു വരവേ അവിടെ 16-കാരിയെ കാസർഗോഡ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. പോക്സോ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് പിടിയിലായി. നിലമ്പൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഗൂഗിൾ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ഒരുപാട് എതിരാളികളൊക്കെ ഉള്ള ഒരു റിയാലിറ്റി ഷോ പ്രവർത്തകനായിരുന്നു നമ്മുടെ ഈ പോലീസുകാരൻ കൂടിയായ ഫിലിപ്പ് മമ്പാട്. എന്താണ് ഇപ്പൊ സംഭവിച്ചത്, പറയൂ. ഇന്നലെ രാത്രിയാണ് ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2025 സെപ്റ്റംബർ മാസത്തിൽ 16-കാരിയെ കാസർഗോഡ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. മോട്ടിവേഷണൽ സ്പീക്കറാണ് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഈ പെരിന്തൽമണ്ണ പോലീസിൽ SI ആയി ജോലി ചെയ്തു വരവേ അവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആളാണ്. പിന്നീട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു പിന്നെ പൊതുയിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. പെൺകുട്ടി ഈ സ്കൂളിലെ കൌൺസിലിംഗിനിടെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയും ചൈൽഡ് ലൈനിൽ നിന്ന് ചേവായൂർ പോലീസിന് പരാതി കൈമാറുകയും ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂർ മമ്പാട് സ്വദേശിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ഇങ്ങോട്ടേക്ക് കൈമാറുകയും നിലമ്പൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു നടപടികൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025 സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ പീഡനത്തിന് സമാനമായ കാര്യങ്ങൾ കാസർഗോഡ് കൊണ്ടുപോയി ചെയ്തു എന്നാണ് പെൺകുട്ടി ഈ പറയുന്നത് പോലെ. രസകരമായ സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 2025 സെപ്റ്റംബറിൽ അല്ലേ, ഞാനുമായി വലിയ ബന്ധമുള്ളൊരു വ്യക്തിത്വമായിരുന്നു കേട്ടോ. എനിക്ക് വലിയ അടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു. വളരെ സ്നേഹനിധിയാണ്. എൻ്റെ വീട്ടിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് പോയൊരു മനുഷ്യനാണ്. വളരെ സ്നേഹനിധിയാണ്. നമ്മളെ മക്കളോടൊക്കെ വളരെ സൗമ്യമായിട്ട് നല്ല കാര്യങ്ങൾ നല്ലത് ഉപദേശിച്ച് പോയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്കിതിൽ വലിയ ദുരൂഹത ഉണ്ട്. ഞാനുമായി വലിയ ബന്ധം പുലർത്തുന്ന നല്ല സ്നേഹനിധിയാണ്. കാരണം അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വലിയ ദുരൂഹതയുണ്ട്. സെപ്റ്റംബറിൽ മാസത്തിൽ കഴിഞ്ഞ 2025 കേസിനാസ്പദമായ കാസർഗോഡ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് വാർത്തയിൽ വരുന്നത്. കാസർഗോഡ് കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഏത് പ്രദേശത്തുള്ള ഏത് ജില്ലക്കാരി എന്ന് പറയുന്നില്ല, 16-കാരിയാണ്. ഈ 16-കാരിയും കുടുംബവും എന്തുകൊണ്ട് നാളിതുവരെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 5 മാസമായി. 5 മാസമായിട്ട് ഇപ്പോഴാണോ ഒരു കൗൺസിലിനിടയായപ്പോൾ പറയാൻ കാരണം? അതിന്റെ കാരണം എന്തെന്ന് അന്വേഷിക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ വലിയൊരു കരിനിയമമാണ് ഇത്. ഒരു പോസ്കോ കേസ് എന്ന് പറയുന്നത് കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും സ്ത്രീകളെ പീഡിപ്പിച്ചു, അത് പ്രായമുള്ള സ്ത്രീകളായാലും 90 വയസ്സായ ആളാകും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉടനടി അറസ്റ്റ് ചെയ്യാം. ഇതെന്തൊരു നിയമം? എന്റെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ പറയുന്നത് വളരെ സത്യമാണ്. അദ്ദേഹത്തെ പിന്താങ്ങണം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഭരണാധികാരികൾ
ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ നിർബന്ധമാണ്. നമ്മളത് കേൾക്കാനും നമുക്ക് സംരക്ഷണം തരാനും ഒരു കമ്മീഷൻ നിർബന്ധമാണ്. നമ്മളത് കേൾക്കാൻ ഇവിടെ വനിതാ കമ്മീഷൻ വന്നു, അവർക്ക് കേൾക്കാനും അവർക്ക് ഉടനടി അവർക്ക് നിയമങ്ങൾ അനുശാസിക്കുന്ന എല്ലാ പഴുതുകളും കൊടുത്ത് തെറ്റ് ചെയ്യാതെ പുരുഷന്മാർ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ശിക്ഷ ഇനി നടപ്പാക്കാൻ പാടില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇദ്ദേഹം പോലീസ് ഓഫീസറായി അറിയുന്നതിനേക്കാളും കൂടുതൽ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് ഇദ്ദേഹം അറിയുന്നത്. നമുക്കൊക്കെ അറിയാം, ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു റിയാലിറ്റി ഷോയിൽ വളരെ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് നല്ല സൗന്ദര്യവതിയായ ഒരു ഭാര്യയുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. ഭാര്യയും പടക്കോ ഇല്ലാത്തൊരു മനുഷ്യനല്ല. ഇദ്ദേഹത്തിന് നല്ലൊരു സ്നേഹനിധിയ അമ്മ ഉണ്ട്, ഒരു മകളുണ്ട്. എന്തൊരു കഷ്ടാണ്, എന്തു തോന്നിവാസം നമ്മളെ കേരളത്തിൽ നടക്കുമെന്നോ ഇന്ത്യ രാജ്യത്ത് നടത്താൻ കഴിയുമെന്നുള്ളതാണോ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാല്ല. ഇദ്ദേഹത്തിന് ശത്രുക്കൾ കൂടുതലുണ്ട്. ഇദ്ദേഹം ലഹരിക്കെതിരെ ശക്തമായ നടപടിക്ക്, ലഹരിക്കെതിരെ ഇദ്ദേഹം ഒരുപാട് ക്ലാസുകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് പേരെ ഇദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട്. തിരിച്ച് നല്ല ഒരു കുടുംബജീവിതത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മകളെ പറ്റിയിട്ടും എന്തൊക്കെ ആരൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ ആരെ കണ്ടാലും ആർക്കാണെങ്കിലും പരോപകാരിയും തന്നാൽ കഴിയുന്ന നന്മകൾ ചെയ്തു കൊടുത്തിരുന്ന നല്ലൊരു പോലീസ് ഓഫീസറാണെന്ന് എനിക്കറിയാം. ഗ്രേഡ് എസ് പോലീസ് കോൺസ്റ്റബിളിലൂടെ അദ്ദേഹത്തിന്റെ പടവുകൾ കാഴ്ചവെച്ചതാണ്. എസ് ഐയും അതുപോലെ SI പോസ്റ്റിൽ ഇപ്പോൾ നിന്ന് പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ പോലും അദ്ദേഹം ഒരുപാട് മോട്ടിവേഷൻ ട്രെയിനിങ് ക്ലാസ്സുകൾക്ക് അയാൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിലേറെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള നന്മകൾ മാത്രം കമന്റ് കിട്ടുന്ന ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അമ്മയുണ്ട്, നല്ലൊരു സ്നേഹനിധിയായ ഭാര്യയുണ്ട്, നല്ലൊരു കുടുംബ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിച്ച ഇത് തെറ്റാണെങ്കിൽ, ഇദ്ദേഹം ചെയ്യാത്ത തെറ്റിനാണ് ഇദ്ദേഹത്തിന് കേസെടുത്ത് അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനു സോഷ്യൽ മീഡിയയിലൂടെ വിടണം? ഇനി ഈ 2025 സെപ്റ്റംബറിൽ നടന്ന കേസ് പ്രാഥമിക അന്വേഷണവും ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതും സമൂഹത്തോട് തുറന്നു പറയണം. ഇദ്ദേഹം പീഡിപ്പിച്ച വ്യക്തികളെ പേരും പ്രമാണമൊക്കെ പറയണം. അവരെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കണം. ഈ കുട്ടിയും ഈ കുടുംബവും ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വിധേയമായിട്ടാണോ, അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ട ലഹരിക്കെതിരെ ഇദ്ദേഹം ശബ്ദിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് കുരുക്കിട്ടതാണെന്നൊക്കെ കൃത്യമായി പോലീസ് സേന അന്വേഷിച്ച് ഇദ്ദേഹത്തിന് കോടതി ശിക്ഷ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞ് കുറ്റവിമുക്തനാക്കിയാൽ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത കുടുംബത്തെയും കുട്ടിയെയും അതിന് പ്രേരിപ്പിച്ച ആരാണോ അവർക്കും അർഹമായ ശിക്ഷ നടപ്പാക്കൽ നിർബന്ധമാണ്. ഇല്ലാ കഥ പറഞ്ഞ് ഈ സമൂഹത്തിൽ നല്ലപോലെ ജീവിക്കുന്ന, ഉന്നമനത്തിൽ ജീവിക്കുന്ന, കൃത്യമായി നല്ല രീതിയിൽ ജീവിച്ച, ഒരു കേസ് പോലും ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിച്ച ആളുകളെ പേരിൽ ഇത്തരം സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്താൻ വന്ന് ഇത്തരം ആളുകളെ ജീവിതം നശിപ്പിക്കുന്ന, കുടുംബ പശ്ചാത്തലം നശിപ്പിക്കുന്ന ആരാണെങ്കിലും ശരി, അവർക്കെതിരെ കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോടും ഇവിടുത്തെ കോടതിയോടും ഇവിടുത്തെ നിയമപാലകരോടും ഇവിടുത്തെ ക്രമസമാധാനം അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്ന ആഭ്യന്തരത്തോടും എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹവുമായി വലിയ ബന്ധം എനിക്കുണ്ടായതുകൊണ്ട് എൻ്റെ മക്കളോടൊക്കെ നല്ലത് മാത്രം, കുടുംബത്തോട് ഉപകരിക്കുന്ന നന്മ മാത്രം പറഞ്ഞു കൊടുത്ത്, കോളേജിന്റെ അവസ്ഥയും പശ്ചാത്തലമൊക്കെ എൻ്റെ മക്കൾക്ക് മണിക്കൂറുകളോളം പറഞ്ഞു കൊടുത്ത നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റ് പ്രാഥമിക അന്വേഷണത്തിനും കോടതിയും തെളിയിക്കുന്നത് വരെ നിങ്ങൾ കല്ലെറിയരുതേ എന്ന് സമൂഹത്തോട് ഒറ്റ അഭ്യർത്ഥന മാത്രം. നന്മ, അയാൾ തെറ്റ് ചെയ്തിട്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതിലും തെറ്റില്ല.
ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.